നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ പള്ളിവേട്ട ദർശിക്കാൻ ആയിരങ്ങൾ. കയ്പമംഗലവും എടത്തിരുത്തിയും ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ദേശീയപാത 17 സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരു ഒത്തുചേരൽ. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ പള്ളിവേട്ട ദർശിക്കാൻ ആയിരങ്ങൾ. വ്യാഴാഴ്ച രാവിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള അവസാന ശിവേലി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തിരുവമ്പാടി ശിവസുന്ദർ സംഗമേശ്വരന്റെ തിരമ്പേറ്റി. എറണാകുളം ശിവകുമാറും ബാസ്റ്റ്യൻ വിനയസുന്ദറും കൂട്ടാനകളായി. ശിവേലിയോടനുബന്ധിച്ച് 150-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളം നടന്നു. പെരുവനം കുട്ടന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 2:30 സ്പെഷ്യൽ പന്തലിൽ സംഗീതാരാധന, തുടർന്ന് നൃത്തശില്പം, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ അരങ്ങേറി. 8:30 പള്ളിവേട്ട എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്ത് ആദ്യമായി പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളുന്ന ഭഗവാന് കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് ആൽത്തറയിൽ പള്ളിവേട്ട നടന്നു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളി. പിന്നീട് വെടിക്കെട്ടിന് ശേഷം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാണ്ടിമേളം നടന്നു. രാത്രി 12:45 ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളും. വെള്ളിയാഴ്ച ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടക്കും. രാവിലെ 8-ന് 3 ആനകളുടെ അകമ്പടിയോടെ രാപ്പാൾ ആറാട്ടുകടവിലേക്ക് ഭഗവാൻ ആറാട്ടിന് പുറപ്പെടും. പുറപ്പെടുന്ന സമയം ഗാർഡ് ഓഫ് ഓണർ നൽകും. ഉച്ചയ്ക്ക് 1-ന് രാപ്പാൾ കടവിൽ ആറാട്ട് നടക്കും. വൈകിട്ട് 5-ന് തിരിച്ചെഴുന്നള്ളിപ്പും രാത്രി 9-ന് പഞ്ചവാദ്യവും നടക്കും. തുടർന്ന് പാണ്ടിമേളവും അകത്തേക്ക് എഴുന്നള്ളിപ്പും കൊടിക്കൽ പറയും ഉണ്ടാകും. തുടർന്ന് ഉത്സവത്തിന് സമാപനമായി കൊടിയിറക്കൽ ചടങ്ങ് നടക്കും. കയ്പമംഗലം എടത്തിരുത്തി പഞ്ചായത്തുകളിൽ ഉപതിരഞ്ഞെടുപ്പ് ചൂട് മൂർധന്യത്തിലേക്ക്. മെയ് 7-നാണ് ഉപതിരഞ്ഞെടുപ്പ്. കയ്പമംഗലം പഞ്ചായത്തിലെ 4-ാം വാർഡിലും എടത്തിരുത്തിയിലെ 12-ാം വാർഡിലുമാണ് മത്സരം. കയ്പമംഗലത്ത് നിലവിലെ അംഗം കോൺഗ്രസിലെ സജിത ഷമീർ വിദേശത്ത് പോയതിനെ തുടർന്നുണ്ടായ ഒഴിവിലാണ് ഉപതിരഞ്ഞെടുപ്പ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉമ കെയും ലീഗ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അസീന ജമാലുദ്ദീനും LDF സ്വതന്ത്രയായി സുധാ കുൽദീപ് കുമാറും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി സാജിദ അബ്ദുൾ റസാഖും മത്സരിക്കുന്നു. കയ്പമംഗലം വിജയഭാരതി സ്കൂളിലാണ് വോട്ടെടുപ്പ്. എടത്തിരുത്തിയിൽ 12-ാം വാർഡിൽ നിലവിലെ അംഗം KA മനോഹരന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് മത്സരം. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRV UP സ്കൂളിലാണ് വോട്ടെടുപ്പ്. LDFന്റെ CPM സ്ഥാനാർത്ഥിയായി TK ചന്ദ്രബാബുവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുത്താംപറമ്പിൽ ബാലനും BJPയുടെ സ്ഥാനാർത്ഥിയായി ജ്യോതിബാസ് തേവർക്കാട്ടിലും CPM റിബൽ സ്ഥാനാർത്ഥിയായി കുന്നുപറമ്പിൽ ബാലനും മത്സരിക്കുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വൻ പ്രചരണ പ്രവർത്തനങ്ങളാണ് എല്ലാ സ്ഥാനാർത്ഥികളും കാഴ്ചവെക്കുന്നത്. UDF സ്ഥാനാർത്ഥി മുത്താംപറമ്പിൽ ബാലന്റെ പ്രചരണത്തിനായി TN പ്രതാപൻ MLAയും രംഗത്തെത്തി. എടത്തിരുത്തി ഏറാക്കച്ചാലിൽ സ്വകാര്യ വ്യക്തി തോടും ചിറയും മണ്ണിട്ട് നികത്തുന്ന സ്ഥലത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. നികത്തിയ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടിനാട്ടി. തുടർന്ന് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ധിക്കാരപരമായ സമീപനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സമരം നടത്തുകയാണ്. കുറഞ്ഞ വിലക്ക് സ്ഥലങ്ങൾ വാങ്ങി വൻ വിലക്ക് മറിച്ചു വിൽക്കുന്ന ഒരു സമീപനമാണ് ചന്ദ്രാപിന്നി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇത്തരണത്തിൽ നടക്കുന്ന പല പ്രദേശങ്ങളിലും തണ്ണീർത്തടങ്ങളും നെൽവയലുകളും പാടങ്ങളും കുളങ്ങളും വിലക്ക് വാങ്ങി അത് വൻ വിലക്ക് മറിച്ചു വിൽക്കുന്ന ഈ ഭൂമാഫികളുടെ ധിക്കാരപരമായ നടപടി ചന്ദ്രാപ്പിനിയുടെ മണ്ണിൽ PD സജീവ് അധ്യക്ഷനായി. PF സത്യദേവൻ, MA അഫ്സൽ, സിദ്ധൻ വിളമ്പത്ത് എന്നിവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് ലത്തീൻ ഇടവകയിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ മധ്യസ്ഥ തിരുനാളിന് കൊടിയേറി. കോട്ടപ്പുറം ഫൊറോന വികാരി ഫാദർ ജോർജ് പാടശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ, ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. തിരുനാൾ ഞായറാഴ്ച സമാപിക്കും. ശനിയാഴ്ചയാണ് തിരുനാൾ. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. യജ്ഞാചാര്യൻ മങ്ങാട് മുരളീധരൻ നമ്പീശൻ നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. അംഗം EA രാജൻ അധ്യക്ഷനായി. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ N സുകുമാരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി V രാജലക്ഷ്മി, അസിസ്റ്റന്റ് കമ്മീഷണർ P മുരളീധരൻ, MS കാശി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പുത്തൻ പള്ളിയിൽ ഡോക്ടർ രജിത് കുമാർ പ്രഭാഷണം നടത്തി. ഹാപ്പി ലൈഫ് ഇൻ ഇസ്ലാമിക് വ്യൂ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. നിരവധി പേർ പ്രഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. എളിമയും വിനയവുമുള്ളവന് മഹിമ ലഭിക്കും എന്ന് വേദം. എളിമ, വിനയം വേദം പഠിപ്പിക്കുന്നു. എന്നാൽ നമുക്കോ അഹങ്കാരത്തിന്റെ മൂർത്തിമത്ഭാവം. കേരളത്തിന്റെ ഇന്ന് നമ്മുടെ സഹോദരന്മാരിൽ പലരും എങ്ങനെയാ, അല്ലെങ്കിൽ സഹോദരികൾ ഒന്ന് പരിശോധിച്ചു നോക്കിയേ, നമ്മൾ ആരെയും അംഗീകരിക്കാറില്ല. എന്നാൽ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാറില്ല, എന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. ഒന്ന് ആലോചിക്കൂ, സ്വന്തം മനസാക്ഷിയിൽ ആലോചിച്ച് നോക്കൂ. ഹൗ ചീപ്പ് വി ആർ. നമ്മൾ എത്ര ചീപ്പാണ്. മറ്റുള്ളവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മുടെ സംഗതികൾ ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ളവന് ഏറെ നൽകും. അപ്പൊ ഏറെ നൽകുമ്പോൾ അതേറെ മറ്റുള്ളവർക്ക് നൽകിയില്ല എങ്കിൽ അവന് നൽകുന്നത് കുറഞ്ഞിരിക്കും. ഇനിയൊരു ഇടവേള.